നമസ്കാരം. വിപ്ലവകരം, മാതൃകാപരം. ആ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സർവീസ് മേഖല ആദ്യമായി സർവീസ് മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ കാണിച്ച സർക്കാരിന് അത് വഴിയെ മനസ്സിലാവും. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭകരമാക്കാനുള്ളതല്ല, ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനമാണ്. KSRTC ഇതുവരെ ലാഭകരമായ ഒരു ബിസിനസ് ആയിരുന്നു സർക്കാരിന്. ആ സ്ഥാനം മാറി ഒരു സേവന രംഗത്തേക്ക് കാലെടുത്ത് വെച്ചതിന് എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും പകരുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കാൻ തുടങ്ങിയ PD സതീശൻ സർക്കാരിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിക്കട്ടെ. ഇവിടെ അധികാരത്തിലേറിയിട്ട് വെറും ഒരു മാസം ആകുന്നതേ ഉള്ളൂ. പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ. ബോധമുള്ള എല്ലാവർക്കും അറിയാം ഈ KSRTCയിലെ എല്ലാ ബസ്സുകളിലും കൊടുക്കാൻ കഴിയില്ല എന്ന്. വിവരമില്ലാത്ത കുറെ രാഷ്ട്രീയ പ്രവർത്തകരും പ്രതിപക്ഷ നേതാവടക്കം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, എല്ലാ KSRTC ബസ്സിലും കൊടുക്കണമെന്നൊക്കെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ സേവിക്കാൻ, അവരുടെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഒഴിവാക്കുക, അവർക്ക് എന്ത് സേവനങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നല്ല ചിന്തിക്കുന്നത്. ഭരണകക്ഷി അല്ലെങ്കിൽ തങ്ങളുടെ എതിർകക്ഷിയെ എങ്ങനെ രാഷ്ട്രീയമായി ദ്രോഹിക്കാമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വരെ തടഞ്ഞുകൊണ്ട് പോലും അത് നടപ്പിലാക്കും. ഇപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഒരു പക്ഷേ KSRTC ബസ് തടയില്ല എന്ന് ഉറപ്പൊന്നുമില്ല. ഏതായാലും അതാണ് ഇതിന്റെ അവസ്ഥ. ഏതായാലും അധികാരത്തിൽ കയറിയിട്ട് ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു തുടക്കം കുറിച്ചതിന് ഈ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കാൻ കാണിച്ച ഒരു ഇച്ഛാശക്തി, ഒരു തന്റേടം, അത് പ്രശംസനീയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ കാലത്ത് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സൂചിപ്പിച്ച പോലെ ഇതൊരു സൗജന്യ യാത്രയല്ല ഇത്, മറിച്ച് സ്ത്രീകൾക്ക് അഭിമാനത്തോടെയും അവകാശത്തോടെയും പൊതുഗതാഗത സംവിധാനത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. അങ്ങനെ തന്നെയാണ് ഇത് കാണേണ്ടത്. നിത്യജോലി അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് സത്യത്തിൽ ഇതൊരു വലിയ ഒരു ഉപകാരമായിരിക്കും. മിക്കവാറും ഈ ലോക്കൽ ബസ്സുകളിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റൈലോ അല്ലെങ്കിൽ അതുപോലെ നിൽക്കുന്നവർക്ക് തുച്ഛമായ വരുമാനമാണ്. എല്ലാവരും വലിയ വരുമാനക്കാരാണെന്ന് കരുതരുത്. 8000, 6000, 7000, 10,000 താഴെ വരുമാനമുള്ളവർ ഇപ്പോഴും ഉണ്ട്. അതിൽ നല്ലൊരു പങ്ക് ഈ ബസ് ചാർജ് ആയിട്ട് പോകുമ്പോൾ അതിൽ ഒരു വിഭാഗത്തിനെങ്കിലും അത്, അല്ലെങ്കിൽ ആ സമയത്തിന് പോകേണ്ടവർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും കിട്ടണം, അതുകൊണ്ട് വീട്ടുപടിക്കലൂടെ KSRTC ലോക്കൽ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. പക്ഷെ എങ്കിലും കുറച്ചു പേർക്കെങ്കിലും അത് ഗുണകരമാവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല പദ്ധതി തന്നെയാണ്. ഈ പദ്ധതിയിലൂടെ അവർക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ നീക്കിയിരിപ്പുകൾ പോലും മാസാവസാനം ഒരു സമ്പാദ്യമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊന്നും വലിയ വരുമാനമൊന്നുമില്ല. അവർക്ക് ഈ ബസ് ചാർജായിട്ട് കിട്ടുന്ന പണം ഭർത്താക്കന്മാർ കൊടുക്കണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരു ചെറിയ ഒരു നീക്കിയിരിപ്പായിരിക്കും. ഏതായാലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുപ്പ് തന്നെയാണ്. KSRTCയുടെ ചരിത്രത്തിൽ ആദ്യമായി PSC വഴി നിയമിതയായിട്ടുള്ള വനിതാ ഡ്രൈവർ VP ഷീല ഉദ്ഘാടന ബസിന്റെ വളയം പിടിച്ചത്. വനിതാ കണ്ടക്ടർ അമരത്തുണ്ടായിരുന്നു. ഇതൊക്കെ ആ ബസിന്റെ കസ്റ്റോഡിയനായിട്ട് വനിതാ കണ്ടക്ടർ ഉണ്ടായിരുന്നതൊക്കെ ഈ പദ്ധതിയുടെ തുടക്കം, എന്താ പറയാ, ഒരു പ്രൗഢി അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റത്തിന്റെ ചരിത്രത്തില് സുവർണ അക്ഷരങ്ങളാൽ, നമ്മൾ ഈ തങ്കലിപികളാൽ രേഖപ്പെടുത്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ രേഖപ്പെടുത്തേണ്ട ഒരു നിമിഷമാണ് ഈ സംഭവം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഷ്ട്രീയമായിട്ടൊക്കെ എതിർപ്പൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ രാഷ്ട്രീയമായിട്ട് ഭിന്നിപ്പിച്ച് നിൽക്കുന്നത് തമ്മിൽ അടിച്ചു വളരാനും തളരാനും അല്ലല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ നമ്മുടെ നാടിന് വേണ്ടിയിട്ടല്ലേ. അപ്പോ നല്ല കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം, അതാണ് വേണ്ടത്. നിലവില് പ്രതിപക്ഷം വലിയ തുക ശമ്പളത്തിനും അതുപോലെ പെൻഷനുമായി മാറ്റിവെക്കുന്ന KSRTCക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത ധനവകുപ്പ് എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുമെന്ന് നിർണായകമായിട്ടുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ ഇത് ലാഭകരമായി പോകും എന്നതാണ് പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ഇത് നഷ്ടത്തിലേക്കൊന്നും എത്തില്ല. നികുതി വരുമാനം മറ്റെല്ലാം കൃത്യമായി വരുമ്പോൾ, സർവീസുകൾ കൃത്യമായിട്ട് നടക്കുമ്പോൾ എല്ലാം ലാഭമായി വരും. മാത്രമല്ല യാത്രക്കാർ KSRTCയിൽ കൂടുതൽ കയറും. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണെന്നുണ്ടെങ്കിൽ പുരുഷ യാത്രക്കാർ കൂടും അല്ലെ. കുറച്ച് സ്ത്രീകൾ അതിനകത്ത് സൗജന്യം കൊടുത്താലും പുരുഷ യാത്രക്കാർ കൂടുമ്പോൾ അത് വരുമാന വർധനവുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് ഈ ആനുകൂല്യം നൽകുന്നതിലെ പ്രായോഗികതയും അതുപോലെ മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ കൂടുതൽ മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ സ്വകാര്യ ബസ് സർവീസുകളും ഓട്ടോ തൊഴിലാളികളും ഒക്കെയാണ് ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. പക്ഷെ ഇത് സർക്കാർ ഗൗരവത്തോടെ കാണേണ്ട കാര്യവുമാണ്. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ്കുമാർ മുന്നോട്ട് വെച്ചതുപോലെ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമൊന്നും വേണ്ട.
സ്കൂൾ കുട്ടികൾക്ക് പൂർണ്ണമായ കൺസെഷൻ നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കണം. കൂടാതെ ഓർഡിനറി ബസ്സുകൾക്ക് പകരം സിറ്റി ഫാസ്റ്റ് ബസ്സുകളിലേക്ക് സംവിധാനം മാറാതിരിക്കാനും സാധാരണക്കാർക്ക് പരമാവധി ഓർഡിനറി സർവീസുകൾ ലഭ്യമാക്കാനും ശ്രദ്ധിക്കണം. ഈ ഓർഡിനറി സർവീസുകൾ ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സർവീസുകൾ നിർത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ ലോക്കൽ ബസ്സുകൾ ഇല്ലാതായത്. ഈ സിറ്റി ഫാസ്റ്റ് ബസ്സുകളൊക്കെ നേരത്തെ സിറ്റി ഫാസ്റ്റ് എന്ന പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സംവിധാനം നിലവിൽ വന്നപ്പോൾ ഏതാണ് സിറ്റി ഫാസ്റ്റ് ഏതാണ് ഓർഡിനറി എന്ന് നാമകരണം ചെയ്തു. അതും ഇപ്പോൾ വലിയൊരു വിവാദമായി മാറിയിട്ടുണ്ട്. ഏതായാലും കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ വൻ വിജയമായി മാറിയ ഈ മാതൃക കേരളത്തിലും യാഥാർത്ഥ്യമായത് സ്വാഗതാർഹമാണ്. സീറോ ടിക്കറ്റ് എന്ന ഒരു പുതിയ യാത്രാ അനുഭവം കേരളത്തിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വലിയ ഒരു കൈത്താങ്ങായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ പദ്ധതി ദുരുപയോഗം ചെയ്യപ്പെടാതെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകാൻ സർക്കാരിനും പൊതുജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ ജനക്ഷേമ പദ്ധതിക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. Different angles. Don't forget to subscribe and support this channel.